നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാനിവിടെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് കാണിക്കുന്നത്. ഇതിന് ഞാനൊരു ബോട്ടിലെടുത്തിട്ടുണ്ട്. അത് ഒരു സിൽവർ കളർ സ്പ്രേ പെയിൻ്റ് അടിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ പേപ്പർ ഫ്ലവർ ഉണ്ടാക്കിയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ കൈയെടുക്കാതെ റൗണ്ടിൽ വരച്ചു കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. അങ്ങനെ വരച്ചതിന് ശേഷം നമ്മുടെ പേപ്പർ ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കിത് ഫ്ലവർ കട്ട് ചെയ്യാനുള്ള ഫ്ലവർ കട്ട് ചെയ്യുന്നത് ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ വരച്ചതിൻ്റെ ചുറ്റുമായിട്ട് റൗണ്ടിൽ പേപ്പർ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. പേപ്പർ ഫ്ലവർ വെച്ചിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്യാമെന്നൊരു ആൾ ചോദിച്ചിരുന്നു. അപ്പോൾ കുറേ ദിവസമായി ചോദിച്ചിട്ട്, അപ്പോൾ ഇപ്പോഴാണ് എനിക്കത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ശരിക്കും ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇതേപോലെ പിന്നെ നമ്മൾ വരച്ചിട്ടുള്ള ആ വരയിൽ കൂടെ തന്നെ ഫുള്ളായിട്ട് നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് അകലത്തിൽ വേണം നമ്മൾ ആ റൗണ്ട് വരച്ചെടുക്കാൻ. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അത് വരച്ചെടുക്കാൻ. നമുക്കിത് വെട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതേപോലെ നമ്മൾ ചെറുതാകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പേപ്പർ കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളിക്കാറുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ കുറച്ച് ഭാഗം ഒന്ന് ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്ത് പോകരുത്. കുറച്ചൊരു ഭാഗം ഇങ്ങനെ വെക്കണം. അത് ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു നടുക്കുള്ള ഭാഗം അങ്ങനെ റൗണ്ടിൽ തന്നെ അങ്ങോട്ട് വെക്കാം. അതിനുശേഷം നമ്മളിത് റോൾ ചെയ്ത് എടുക്കണം. അധികം ടൈറ്റായിട്ടല്ലാതെ നമ്മളിത് റോൾ ചെയ്തെടുക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കയ്യിൽ നിന്ന് അതിങ്ങോട്ട് വിട്ടുപോവുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ അത് ചെയ്യുമ്പോൾ ശരിയാവും. ആദ്യം കറക്റ്റായിട്ട് നമുക്ക് റോള് ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ ചിലപ്പോൾ ആ ഫ്ലവർ ഒതുങ്ങി കിട്ടിയെന്ന് വരില്ല. പക്ഷെ അത് കറക്റ്റായിട്ട് ഒതുങ്ങിയതിന് ശേഷം റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ആ താഴ്ഭാഗത്ത് നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ കട്ട് ചെയ്യാതെ കുറച്ചൊരു ഭാഗം വെച്ചു എന്ന് പറഞ്ഞിട്ടില്ലേ, അവിടെ നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ആ ഫ്ലവർ അതിൽ കറക്റ്റായിട്ട് നിൽക്കും. അതിങ്ങനെ ലൂസായി പോകുകയൊന്നും ചെയ്യില്ല. നല്ല ഭംഗിയുള്ള ഫ്ലവറായിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, ഇതേപോലെ കിട്ടും. അതിൻ്റെ ബാക്ക് ഭാഗം കണ്ടില്ലേ, നമ്മൾ ആ ഒരു ഭാഗം ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്യാതെ വെച്ചത്, അതേപോലെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫ്ലവറാണിത്. അതിനുശേഷം നമുക്കിതിന് ഇല ഉണ്ടാക്കണം. അപ്പോൾ ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊരു സ്ക്വയർ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. പേപ്പർ ഇതേപോലെ ട്രയാങ്കിൾ ആയിട്ട് മടക്കി ബാക്കി ഭാഗം കട്ട് ചെയ്തെടുത്താൽ നമുക്ക് കറക്റ്റ് സ്ക്വയർ പീസായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം ഒരു ഇല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കറക്റ്റ് നടുക്ക് മടക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അറ്റത്ത് നിന്ന് സിഗ്സാഗ് ആക്കിയിട്ട് മടക്കി കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മടക്കില്ലേ, അങ്ങനെ മടക്കി കൊടുക്കുക. അല്ലാതെ നമുക്ക് കത്രി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇല ഉണ്ടാക്കിയെടുക്കാം. മടക്കുമ്പോൾ കറക്റ്റായിട്ട് മടക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് മടക്കി കഴിഞ്ഞു. അതിനുശേഷം ഇത് നിവർത്തുക. ഇത് നിവർത്തിയിട്ട് നമ്മൾ സെൻറ്ററിൽ മടക്കിയിട്ടില്ലേ, അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 2 ഇല ആയി കിട്ടും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ 2 ഇല നമ്മളുണ്ടാക്കി. ഇനി ഇത് കൂട്ടിപ്പിടിച്ചതിന് ശേഷം അതിൻ്റെ ആ വലിയ ഭാഗമില്ലേ, അവിടെ വെച്ചിട്ട് സെൻറ്ററിൽ മടക്കി കൊടുക്കുക. കറക്റ്റാക്കി മടക്കിയതിന് ശേഷം അതിൽ
ഒരു ഭാഗത്ത് ഗമ്മ് തേച്ചിട്ട് 2 ഭാഗവും കൂടെ കൂട്ടി ഒട്ടിച്ചേക്കും. അപ്പം നമുക്ക് ഫ്ലവറും ലീഫും റെഡിയായി. ഇനി നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ബോട്ടിലിൽ ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഹോട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്, കറക്റ്റായിട്ട് നിൽക്കും. മറ്റേ ഗ്ലൂ വെച്ച് ഒട്ടിക്കുമ്പം ചിലപ്പം ഒട്ടി നിൽക്കാൻ കുറച്ച് സമയം എടുക്കും. ഇതാകുമ്പോൾ ഒട്ടിക്കുമ്പം തന്നെ കറക്റ്റായിട്ട് അങ്ങോട്ട് നിൽക്കും. മറ്റേത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലവർ ബോട്ടിൽ ഒട്ടിച്ച് അതിനെ ഇലയും ഒക്കെ ഒട്ടിച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യുക. ഇതിൽ അവസാനം ഞാൻ കുറച്ച് വെള്ള മുത്തുകൂടെ ഈ ഫ്ലവറിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചുവപ്പ് കളറിലേക്ക് ആ വെള്ള കളറ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നി. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന നമ്മളെ വീട്ടിലുള്ള പേപ്പറുകൾ എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ബോട്ടിലിൻ്റെ മേലെ ഞാൻ സ്പ്രേ പെയിൻറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റേ പെയിൻറ്റ് ചെയ്യാനുള്ള മടി കൊണ്ട് ചെയ്തതാണ് കേട്ടോ. നമുക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടും നമുക്ക് ബോട്ടിൽ കളർ ചെയ്യാം. ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഏതായാലും ഇത്രയും എളുപ്പത്തിലുള്ളൊരു ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. എൻ്റെ അടുത്തുള്ള പഴയൊരു മാലയുടെ മുത്താണ് കേട്ടോ ഞാൻ ഇതിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം. താങ്ക് യു.